കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പ്രിയപ്പെട്ടവരെല്ലാവരും സന്തോഷമായി സമാധാനമായി ക്ഷേമത്തോടെ ആയിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് പിന്നെയും അനുഗ്രഹങ്ങളും നന്മയും ആരോഗ്യവും സൗഖ്യവും ബലവും എല്ലാം പകർന്ന് നമ്മളെ സഹായിക്കും. നമുക്ക് കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും എന്ന്. മനുഷ്യരായ നമുക്ക് പലതിനും പരിമിതികളും പരിധികളുമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പല വാതിലുകളും നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടുണ്ട്. നാം നല്ലതെന്ന് ചിന്തിക്കുന്ന കടന്നു പോകുന്ന പാതയിൽ പലപ്പോഴും നാം കാണാതെ ശത്രു പല തന്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നഗ്നമായ നേത്രം കൊണ്ട് കാണുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ നമ്മെ നിരീക്ഷിക്കുന്ന, നമുക്ക് നല്ല ആലോചന പറഞ്ഞിരുന്ന നമ്മുടെ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് മുൻപായി അയക്കും. ആ ദൂതൻ നമുക്ക് നല്ല വഴി കാണിച്ചു തരികയും നമ്മുടെ മുൻപിലുള്ള ദുർഗുണങ്ങളെ നിരപ്പാക്കുവാൻ, നമ്മളെ സുഗമമായി ആ പാതയിൽ കൂടി യാത്ര ചെയ്യുവാൻ സഹായിക്കും. ദൈവം നമുക്ക് മുൻപേ കടന്നു പോയാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് മുൻപേ കടന്നു പോയാൽ, നമ്മുടെ യാത്രയിൽ വിഘ്നങ്ങൾ വരുത്തുവാൻ ശത്രുവിന് സാധിക്കുകയില്ല. നാം ഒരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ, ഒരു കാര്യം ആഗ്രഹിച്ച് അതുമായി മുൻപോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം: എൻ്റെ ദൈവമേ, എൻ്റെ ഈ യാത്രയിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. അങ്ങ് മുൻപേ കടന്നുപോയി വരാൻ സാധ്യതയുള്ള എല്ലാ ദുർഘടങ്ങളെയും നിരപ്പാക്കി, നമുക്ക് മുൻപേ ചില വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഓടാമ്പലുകൾ ഖണ്ഡിച്ച് നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ നാം ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചാൽ ശത്രുവിന് നമുക്കെതിരെ ഒന്നു തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല. എത്ര ശക്തമായിട്ടുള്ള ഓടാമ്പലുകളിട്ട് അവൻ വാതിലുകൾ, ഗേറ്റുകൾ ഉണ്ടാക്കി അടച്ചു പൂട്ടിയാലും അതെല്ലാം നമുക്ക് മുൻപേ കടന്നു പോകുന്ന ദൈവം ആ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ച് കളഞ്ഞ് നമുക്ക് മുന്നേറുവാനുള്ള വഴി കർത്താവ് ഒരുക്കിത്തരും. പിന്നെ ശത്രുവിന് നമ്മുടെ മേൽ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല. നമ്മുടെ യാത്ര വളരെ സുഗമമായിരിക്കും, സന്തോഷമായിരിക്കും. ലക്ഷ്യസ്ഥാനത്ത് നാം എത്തുകയും ചെയ്യും. അങ്ങനെ അവിടെ എത്തി നാം നമ്മുടെ ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തി അവൻ നന്ദി പറയുവാൻ ഇടയായിത്തീരും. ഏതെങ്കിലും നിലയിൽ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ദിവസം കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ: കർത്താവേ, അങ്ങനെക്ക് മുൻപേ ഒന്ന് കടന്നു പോകണമേ. എൻ്റെ വഴിയാത്രയിൽ ആമേൻ നേരിട്ട് ഈ തടസ്സങ്ങളെ അമ്മ വെട്ടിമാറ്റി, ആമേ ആ തടസ്സങ്ങളെ അങ്ങ് ഇല്ലാതാക്കി എന്നെ സഹായിക്കണമേ എന്ന് ആമേൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായി ദൈവം പ്രാർത്ഥന കേൾക്കും. ആമേൻ അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് വേഗത്തിൽ ആമേൻ ആഗ്രഹിക്കുന്ന ആമേൻ സ്ഥലത്തെത്തിച്ചേരുവാനും ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരും. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
എല്ലാവർക്കും കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ. ആമേൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം പ്രിയപ്പെട്ട ഓരോരുത്തർക്കും അത് സന്തോഷവും അനുഗ്രഹവും ആത്മീയ പ്രത്യാശയും നൽകുന്നതെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേൻ ധൈര്യമായി ആമേൻ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.